ഒരൊറ്റ ഫേസ്ബുക്ക് മലയാളികളെ ആകെ സന്തോഷത്തിലാക്കിയത് നമ്മൾ ഇന്ന് കണ്ടതാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് മലയാളികൾ കേൾക്കാൻ കാത്തിരുന്ന, ഏതാണ്ട് 7 മാസമായി മലയാളികൾ കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അത് ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇന്ന് മലയാളികൾ ആ വാർത്ത അറിഞ്ഞത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു. ദൈവമേ നന്ദി 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 എന്ന് കുറിച്ച ആ കുറച്ച് വാക്കുകൾ മാത്രം മതിയായിരുന്നു എല്ലാവർക്കും കാര്യം മനസ്സിലാകാനും. എല്ലാവരുടെയും പ്രാർത്ഥന ഫലം കണ്ടു. അങ്ങനെ മലയാളികൾ മൊത്തത്തിൽ സന്തോഷത്തിൻ്റെ മൂഡിലേക്ക് മാറുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി കഴിഞ്ഞ 7 മാസമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ഇത്രയധികം നീണ്ട ഒരു കാലയളവ്, ഒരു ഇടവേള മമ്മൂട്ടി എന്ന മഹാനടനിൽ നിന്ന് ഇതുവരെ കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു സമയമാണ് എങ്കിൽ പോലും തന്നെ ആ ഇടവേള എന്നത് മലയാളികൾക്കൊരു വലിയ കാലഘട്ടമായി അനുഭവപ്പെട്ടു. അവർ ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ് എപ്പോൾ എന്നത് ആലോചിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പോലും ഫേസ്ബുക്കിലൂടെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പ്രേക്ഷകരോട്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരാധകരോട്, മലയാളികളോട്, ലോകമെമ്പാടുമുള്ള ആരാധകരോട് അദ്ദേഹം ആശയ സംവാദനം നടത്തിയിരുന്നു എങ്കിൽ പോലും ഈ വാർത്തയ്ക്ക് വേണ്ടിയാണ് മലയാളികൾ കൊതിച്ചത്. എന്തായാലും ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, അത് ചർച്ചയാകുന്നു. എല്ലാവരും അത് പ്രതീക്ഷയോടുകൂടി ഷെയർ ചെയ്തു തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം പ്രതികരണങ്ങൾ വരികയാണ്. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ തന്നെ കാണാം മാലാ പാർവതിയുടെ കമന്റ് നമുക്ക് കാണാം. പിന്നീട് മാലാ പാർവതി അതിൽ പ്രതികരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് വലിയ പ്രതീക്ഷ നൽകുന്ന ആ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മാലാ പാർവതി ഇട്ടത്. മമ്മൂട്ടി തിരികെ എത്തുന്നു എന്ന സന്തോഷ വാർത്തയായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഇതിൽ കൂടുതൽ ഒരു നല്ല വർത്തമാനമില്ല. മമ്മൂക്ക പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു. ചികിത്സിച്ച ഡോക്ടർമാർക്കും ശുശ്രൂഷിച്ച എല്ലാവർക്കും ആശുപത്രിയോടും കടപ്പാട് എന്നാണ് മാലാ പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിനുശേഷം ന്യൂസ് 18 മാലാ പാർവതിയെ ബന്ധപ്പെട്ടു. ആ സന്തോഷം ന്യൂസ് 18ലൂടെയും മാലാ പാർവതി പങ്കുവച്ചു. അവരുടെ വാക്കുകൾ കേൾക്കാം. 6 മാസമായിട്ട് മമ്മൂക്കയെ മിസ്സിംഗ് ആയിരുന്നു. എന്ന് വെച്ചാല് മാർച്ച്, ഏപ്രിൽ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ, എല്ലാ കുടുംബങ്ങളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയായിരുന്നു കാണും മമ്മൂക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ അല്ലാത്ത ഒരാളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും അതിൽ ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ്. മുഴുവനായിട്ടും ടോട്ടൽ റെമിഷൻ, മുഴുവൻ അസുഖം നെഗറ്റീവായി, അസുഖം മാറി എന്നറിയുമ്പോൾ നമുക്കത് ഒരു വലിയ, ഇത്രയും ഭയങ്കര ഒരുപാട് നന്ദിയോടെ, ഈശ്വരനോട് നന്ദി, ചികിത്സിച്ച ഡോക്ടർമാരോട്, ആശുപത്രിയോടൊക്കെ നന്ദി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഇനിയും എത്രയോ വേഷങ്ങൾ കാണാനുണ്ട്. സിനിമാ മേഖലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ, അങ്ങനെ അതിങ്ങനെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഏറ്റവും കാണാൻ കൊതിച്ച, കേൾക്കാൻ കൊതിച്ച മറ്റൊരു പ്രതികരണം കൂടി വരുന്നത്. ഒരു ഹൃദയത്തിന്റെ ഇമോജിയോടുകൂടി മമ്മൂട്ടിക്ക് മുത്തം നൽകുന്ന ഒരു പടം മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ്. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പങ്കുവെക്കപ്പെടുന്ന ഒരു ചിത്രം. അത്രമാത്രം ഓരോ മലയാളിയുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ ഈ വാർത്തയറിഞ്ഞപ്പോൾ പങ്കുവച്ചത്. ഒരു പരിപാടിയുടെ വേദിയിൽ മമ്മൂട്ടിയെ ചുംബിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ ഈ പങ്കുവച്ചതിൽ ഉള്ളത്. നമുക്കറിയാം, എമ്പുരാന്റെ റിലീസിന് മുൻപായി നടത്തിയ ശബരിമല ദർശനത്തിൽ മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി വഴിപാട് നേർന്നിരുന്നു മോഹൻലാൽ. അത് നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലായിരുന്നു അന്ന് വഴിപാട് നടത്തിയത്. അങ്ങനെ മമ്മൂട്ടിക്കായി ഉഷപൂജയൊക്കെ നടത്തി കാത്തിരുന്ന മോഹൻലാലിനും ഇത് അദ്ദേഹം പ്രതീക്ഷിച്ച, അദ്ദേഹം ഏറെ ആഗ്രഹിച്ച ഒരു വാർത്തയായിരുന്നു. ആ സന്തോഷം മുഴുവൻ പ്രകടിപ്പിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇന്ന് മോഹൻലാൽ പങ്കുവച്ചത്. പിന്നീട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ, കെ സി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടി വീണ്ടും ഊർജ്ജസ്വലനായി നമുക്കിടയിലേക്ക് വരുന്നു എന്ന വിവരം അത്യധികം സന്തോഷത്തോടെയാണ് കേൾക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾക്കും വൈദ്യശാസ്ത്രത്തിനും ഒരുപാട് നന്ദി. ഈ തിരിച്ചുവരവ്, ഈ ചിരി അത്രത്തോളം എല്ലാവരും ആഗ്രഹിച്ചിരുന്നല്ലോ എന്നതാണ് കെ സി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക്
കുറിപ്പായി വന്നത്. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസും സന്തോഷം മറച്ചുവെച്ചില്ല. അദ്ദേഹം നിരന്തരം മമ്മൂട്ടിയുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തേടുകയും ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇരുവരും തമ്മിലുള്ള ബന്ധം ഏത് നിലയിലാണെന്ന്. നോവിന്റെ തീയിൽ മനം കരിയില്ല, പരീക്ഷണത്തിന്റെ വാൾവീശലുകളിൽ പതറുകയുമില്ല. വീശുന്ന കൊടുങ്കാറ്റുകൾ ചിരികൊണ്ട് നേരിടും, പെയ്യുന്ന പേമാരികൾ മുറിച്ചു നടക്കും. ആത്മവിശ്വാസത്തിന്റെ പാറമേൽ ഉറച്ചുനിന്ന് തലയുയർത്തും. പ്രിയപ്പെട്ട മമ്മൂക്ക, ഇനി എത്രയോ കാതങ്ങൾ ഞങ്ങളുടെ കരം പിടിച്ച് മുന്നേറാനുണ്ട്. അഭിനയ മികവിന്റെ എത്രയോ ഭാവതലങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റാണ് ജോൺ ബ്രിട്ടാസ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന, എല്ലാവരും കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയാണ്. നവാഗതനായ ജിതിൻ കെ ജോ സംവിധാനം നിർവഹിക്കുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ആദ്യം ഇനി തിയേറ്ററിലെത്താൻ പോകുന്ന ചിത്രം. അതിൻ്റെ മറ്റ് എല്ലാ പരിപാടികളും പൂർത്തിയായിരിക്കുകയാണ്. അത് ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തും. അപ്പോൾ കളങ്കാവലിൽ മമ്മൂട്ടിയുടെ അപ്പിയറൻസ് എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് മാത്രവുമല്ല, മമ്മൂട്ടി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലേക്ക് പോയപ്പോൾ മുടങ്ങിയ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അദ്ദേഹം വാക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രം, ഇതിൻ്റെയൊക്കെ പരിപാടികളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹം കടന്നു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുള്ള എല്ലാ പൂർണ്ണ ആരോഗ്യവും അദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്നു. ആ ഒരു സന്തോഷ വാർത്ത ഏറ്റെടുക്കുകയാണ് കേരളം. നമുക്കറിയാം, ഈ അടുത്ത കാലത്തൊക്കെ മമ്മൂട്ടി ചെയ്ത ചിത്രങ്ങൾ ഓരോ സമയത്തും സ്വയം നവീകരിച്ചും സ്വയം വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു നടനാണ്. അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടിയുള്ള തിരിച്ചുവരവ് മമ്മൂട്ടിയുടേത് പ്രതീക്ഷിക്കുന്നു എല്ലാവരും. അത്തരം കഥാപാത്രങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. VK ശ്രീരാമൻ ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ്, മമ്മൂട്ടിയും ആളുകളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ബന്ധപ്പെടുന്നുണ്ട്. അവർ തമ്മിൽ നടത്തിയ ഒരു ആശയവിനിമയത്തിന്റെ കുറിപ്പ് VK ശ്രീരാമനും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നു. അത് മടങ്ങിവരവ് ഉറപ്പായിരുന്നു, അത്രയും ഉറപ്പ് എനിക്കുണ്ട് എന്ന തരത്തിൽ VK ശ്രീരാമൻ മറുപടി നൽകുന്നതാണ് മമ്മൂട്ടിക്ക്. അത്രമാത്രം എല്ലാവരും കേൾക്കാനും കാണാനും കൊതിച്ചിരുന്ന വരവാണ്. മലയാളികളെ സംബന്ധിച്ച്, മലയാളികൾക്ക് അഭിമാനവും അഹങ്കാരവുമായ മമ്മൂട്ടി, അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും സംബന്ധിച്ച് സന്തോഷിക്കാൻ കഴിയുന്ന അവസരമാണ്. കൂടുതൽ നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന പ്രതീക്ഷ ഓരോ മലയാളികൾക്കും സന്തോഷിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. ഭരണമാറ്റമുണ്ടാകുമെന്നും മന്ത്രിമാരാകും എന്ന മോഹത്താൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന MP-മാരുടെ വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസിൽ വലിയ ചർച്ചകൾക്കാണ് ആ വാർത്ത തുടക്കം കുറിച്ചിരിക്കുന്നത്. അണിയറയിൽ നടന്നു വന്ന പരിശ്രമങ്ങൾ, അതാണ് ന്യൂസ് 18 പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണമുണ്ടായി. ഇന്ന് KPCC അധ്യക്ഷനോട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ലിസ്റ്റ് ചെയ്ത MP-മാർ, അത് അടൂർ പ്രകാശും, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റു ആന്റണി, ബെന്നി ബെഹനാൻ, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, K സുധാകരൻ എന്നിവർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. സീനിയർ നേതാക്കളാണിവർ. അപ്പോൾ ഭരണമാറ്റമുണ്ടാകും, അവർക്ക് മന്ത്രിമാരാകാൻ ആഗ്രഹമുണ്ട്. ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ അവർ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നതായിരുന്നു നമ്മളുടെ വാർത്ത. പക്ഷേ നമ്മൾ നൽകിയ ഈ വാർത്തയിൽ പെടാത്ത ചിലരും ഇത്തരം ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ ഈ ന്യൂസ് 18 വാർത്ത വഴിവെച്ചു. അങ്ങനെ ഒരു ചോദ്യം ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിലേക്ക് വരികയാണ്. ആ ചോദ്യത്തിനോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് പ്രതികരിച്ചതാണ് വാർത്തയായിരിക്കുന്നത്. ഷാഫി വടകര ഉപേക്ഷിച്ച് പാലക്കാടേക്ക് മത്സരിക്കാൻ വരുമോ എന്ന ഒരു സംശയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പർട്ടിക്കുലറായ ആ ക്വസ്റ്റ്യനാണ് ഇന്ന് KPCC അധ്യക്ഷന്റെ മുന്നിലേക്ക് എത്തിയത്. സണ്ണി ജോസഫ് പറയുന്ന മറുപടി എന്ത് എന്നത് കേൾക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അടുത്ത വർഷം. അപ്പോൾ ഈ MP-മാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാവും? ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും നടക്കില്ല. പുയ്യാപ്പിളയെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല. ഞാനൊന്ന് പറഞ്ഞു. ഷാഫി പറമ്പിൽ അടുത്ത് നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾ KPCC അധ്യക്ഷനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത് ഷാഫിക്ക് ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിലും പുതിയാപ്പിളെ വിട്ടുകൊടുക്കാൻ ആരും വടകരക്കാർ തയ്യാറാകില്ല എന്നതാണ്. അപ്പോൾ